നമുക്ക് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ദൈവം അയച്ചിരിക്കുന്നത് കർത്താവിൽ വിലയേറിയ ഭൃത്യൻ, കർത്താവിന് വേണ്ടി ഈ നാളിൽ വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവദാസൻ ജോബി വയനാട് എന്ന് പറയുന്ന ദൈവഭൃത്യനെയാണ് ദൈവം അയച്ചിരിക്കുന്നത്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഹല്ലേലൂയ ദൈവഭൃത്യനെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രൈസ് ദി ലോർഡ് സ്നേഹത്തോടെ ക്ഷണിച്ചോളും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി കർത്താവിന് സ്തോത്രം പറയുന്നു. വിശേഷിച്ച് ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല ഭാഗ്യത്തിനായി കർത്താവിന് സകല മാനവും മഹത്വവും അർപ്പിക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതി എൻ്റെ മുൻപിലുള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ വചനത്തിൻ്റെ വാതായനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരിക്കുന്ന, ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ എം.എ. വർഗീസ് അവറുകളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. കാണുവാനും ഒരുമിച്ചൊരു വേദി പങ്കിടുവാനും സ്വർഗം എൻ്റെയും ജീവിതത്തിൽ ഒരവസരം തന്നതോർത്ത് ഞാൻ കർത്താവിന് സകല മാനവും മഹത്വവും അർപ്പിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പല ശുശ്രൂഷകളിലും പല സമയങ്ങളിലും ദൈവദാസൻ്റെ ശുശ്രൂഷയെ അനുഭവിപ്പാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. എങ്കിലും ഒരുമിച്ച് ആദ്യമായിട്ടാണ് ദൈവദാസനായിരിക്കുന്നൊരു വേദിയിൽ ഇങ്ങനൊരു ശുശ്രൂഷ ദൈവം എനിക്ക് ഒരുക്കി തന്നത്. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. വിശേഷാൽ കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനുമുള്ള നന്ദിയും സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജീവ് അവറുകൾ, അതുപോലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിനു, കടന്നു വന്നിരിക്കുന്ന അഭിഷക്തന്മാർ, ദൈവകുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, എല്ലാ സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിലുള്ള എൻ്റെ ക്രൈസ്തവ അഭിവാദനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഈ ക്രൈസ്തവ രണാങ്കണത്തിൽ ക്രിസ്തുവിൽ എൻ്റെ സഹപോരാളിയായി സേവനമനുഷ്ഠിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ വിൽക്കിൻസ് പാസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. ഈ മീറ്റിങ്ങിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയത് കർത്താവിൻ്റെ ദാസനാണ്. വിശേഷാൽ കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും വന്ദനവും ധരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ വന്ദനം പറഞ്ഞ് വചനത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന തിരുവചനത്തെ നിങ്ങളുടെ പക്കലേക്ക് നൽകിത്തരുവാൻ, വിളമ്പിത്തരുവാൻ, വിളംബരം ചെയ്യുവാൻ വളരെ പ്രാർത്ഥനയോടെ വചനത്തിൻ്റെ വാതായനം തുറക്കപ്പെടുമ്പോൾ ആവർത്തന പുസ്തകം അതിൻ്റെ 32-ാമത്തെ അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടി അന്യദൈവം ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസനയിൽ അടയട്ടെ. പ്ലീസ് ക്ലാസ് യുവർ ഐസ്. എല്ലാ കണ്ണുകളും ദൈവസനയിൽ അടയട്ടെ. 1-2 മിനിറ്റുകൾ പ്രാർത്ഥനയ്ക്കായി സമയത്തെ വേർതിരിച്ചാട്ടെ. ഇന്ന് രാത്രി നമ്മൾ വായിക്കപ്പെട്ട തിരുവചനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അല്പനിമിഷം സ്തോത്രം ചെയ്ത ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. തിരുവചനം പറയുന്നു, ആമേൻ, ശൂന്യപ്രദേശങ്ങളിലും ഒളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും അവൻ അവരെ ചുറ്റി പരിപാലിച്ചു. ഇന്ന് രാത്രിയിൽ പരിപാലിക്കുന്ന ഈ ഒരു ദൈവത്തിൻ്റെ കരം നമ്മുടെ ആലയത്തിൻ്റെ അകത്തളത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെക്ഷനിൽ അത് വെളിപ്പെട്ട് വരേണ്ടതിന് അല്പനിമിഷം അതരം തുറന്ന് എല്ലാ ദൈവമക്കളും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. ഈ ഉപവാസ പ്രാർത്ഥന പ്രാരംഭ നിമിഷത്തിൽ പരിശുദ്ധയാത്മാവ് എന്നോട് ഇങ്ങനെയാണ് പ്രവചിക്കാൻ പറഞ്ഞത്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു കിഴക്കൻ കാറ്റടിക്കുന്നത് പോലെ ഇന്ന് വരെ സഭ കാണാത്ത, ഇന്ന് വരെ ദേശം കാണാത്ത, ഇന്ന് വരെ പ്രസ്ഥാനം കാണാത്ത ഒരു കിഴക്കൻ കാറ്റിൻ്റെ അനുഭവം ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസത്തിൽ ആലയത്തിൻ്റെ അകത്തളത്തിൽ അത് ചലിച്ചു തുടങ്ങുന്നുണ്ട്. അത് ചില ജീവിതങ്ങളുടെ മേൽ അത് ചലിച്ചു
തുടങ്ങുന്നുണ്ട്. ആമേൻ, ആമേൻ. ചെങ്കടലിനെ വറ്റിച്ച, ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച, ആമേൻ, ഇസ്രായേൽ ജനത്തിന് മുൻപോട്ടുള്ള പാത സുഗമമാക്കിയ, ആമേൻ, ഒരു കിഴക്കൻ കാറ്റ് ദൈവജനത്തിൻ്റെ നടുവിൽ ഇന്ന് രാത്രിയിൽ അടിക്കുന്നുണ്ട്. അത് ചില പ്രതിസന്ധികളെ മാറ്റുവാൻ കരുത്തുള്ളത്, അത് ചില പ്രതികൂലങ്ങളെ മാറ്റുവാൻ കരുത്തുള്ളത്, നിന്റെ മുൻപോട്ടുള്ള ഗമനാഗമനങ്ങൾക്ക് സുഗമമായ പാതയൊരുക്കുന്ന ഒരു കിഴക്കൻ കാറ്റ്, ഒരു യഹോവയുടെ കിഴക്കൻ കാറ്റ് ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അത് വീശി അടിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കള് കരമടിച്ച് അല്പനിമിഷം യേശുവിനെ ആരാധിക്കട്ടെ. എന്നെ പരിപാലിക്കാൻ കരുത്തുള്ള മരുഭൂമിയിലും ഒളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും എന്നെ കാത്തു പരിപാലിക്കുന്ന, എന്നെ കാത്തു സംരക്ഷിക്കുന്ന, എനിക്ക് വേണ്ടി വഴിയൊരുക്കുന്ന, എനിക്ക് വേണ്ടി വഴിത്താരകൾ ഒരുക്കുന്ന, എൻ്റെ സഞ്ചാരപാതകളിൽ എന്നോട് കൂടെയിരിക്കുന്ന ഒരു, ആമേൻ, പരിപാലകന്റെ കരം ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിൻ്റെ അകത്തളത്തിൽ അത് ചലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇങ്ങനെ ആരാധിച്ചാൽ പോരാ. കരമടിച്ച് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ അകത്ത് ചലിക്കുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെയാ പറയുന്ന, കിഴക്കൻ കാറ്റ്, കിഴക്കൻ കാറ്റ്, നിങ്ങളെ പരിപാലിക്കുന്ന ഒരു കിഴക്കൻ കാറ്റ്, നിങ്ങളുടെ മുൻപിലുള്ള, ആമേൻ, തടസ്സങ്ങളെ മാറ്റുന്ന ഒരു കിഴക്കൻ കാറ്റ്, ആമേൻ, ഉയർന്നു വരുന്ന ചെങ്കടലിനെ വകഞ്ഞു മാറ്റുന്ന ഒരു കിഴക്കൻ കാറ്റ്, ആമേൻ, ചെളി നിറഞ്ഞ സ്ഥലത്തെ ഉണങ്ങിയ നിലമാക്കുന്ന ഒരു കിഴക്കൻ കാറ്റ് ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത് വീശിയടിക്കുന്നുണ്ട്. ഹോ രാമനവ ശംദരാധരാധരാധര. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കരമടിച്ച് ചില മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രാരംഭ നിമിഷങ്ങളിൽ, വചന ശുശ്രൂഷയുടെ പ്രാരംഭ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ചിലരുടെ മേൽ ഒരു കിഴക്കൻ കാറ്റ് വീശിയടിക്കുന്നത് പോലെ ചിലതിൻ്റെ മേൽ അത് സംഭവിക്കുകയാ. പരിശുദ്ധാത്മാവ് പറയുന്നു, പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനം ഇന്ന് രാത്രിയിൽ ചിലതിൻ്റെ മേൽ വീശിയടിക്കുകയാ. ഏതൊക്കെയോ വിഷയത്തിൻ്റെ നടുവിൽ വേദനപ്പെട്ട്, ഭാരപ്പെട്ട്, നിരാശ അനുഭവിച്ച ദൈവവൈതലേ, ഇന്ന് രാത്രിയിൽ നിന്നെ പരിപാലിക്കാൻ കരുത്തുള്ള ഒരു പരിപാലകൻ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നിന്നെ സൂക്ഷിക്കാൻ കരുത്തുള്ള ഒരു പരിപാലകൻ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നിന്റെ കണ്ണുനീരൊഴുക്കിയ വിഷയമുണ്ടല്ലോ, നീ കരഞ്ഞ വിഷയമുണ്ടല്ലോ, ഇന്നലകളിൽ നീ അനുഭവിച്ച വിഷയമുണ്ടല്ലോ, ആമേൻ, ഞാൻ താളടിയായി പോകും, ഞാൻ വീണുപോകും, എഴുന്നേൽക്കാൻ ആവതില്ലെന്ന് ഇന്നലെ രാത്രിയിലും കൂടി ഇന്ന് പകലിലും കൂടി നീ പുലമ്പിയ ചില വിഷയങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. I will with you every time. Thank you, Jesus. എത്ര മധുരമവൻ, ഓ നാമമെനിക്കു പാർത്താൽ, എത്ര മധുരമവൻ, നാമമെനിക്കു പാർത്താൽ, ഓർത്തുവാരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകും നേ, ഓർത്തുവാരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകും നേ. യേശുയൻ അടിസ്ഥാനം, ആശയാവേനിലത്രേ. യേശുയൻ എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, ഓ ആശയാവേനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത
യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാൻ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആശ്വാസത്തിൻ്റെ പൂർണ്ണത ഞങ്ങൾ കണ്ടത് അങ്ങിൽ മാത്രമാണ്. ലോകത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ആശ്വാസമില്ലാതെ അലഞ്ഞ ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ആശ്വസിപ്പാൻ ഒരു ദേഹിയുമില്ല, ആശ്രയിപ്പാൻ ഞങ്ങൾക്കൊരിടവുമില്ല. ഞങ്ങളുടെ ആശ്വാസവും ഞങ്ങളുടെ ആശ്രയവും ഞങ്ങൾ കണ്ടെത്തിയത് അങ്ങിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പ്രാരംഭ സെക്ഷനിൽ ഞങ്ങൾ ഒരുപോലെ ആത്മാവിൽ അത് വിളിച്ചു പറയുന്നത്. ഇന്ന് രാത്രിയിൽ സമ്പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. മാനവും മഹത്വവും അങ്ങേക്ക് തരുന്നു. വായിച്ച വചനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. വാഴ്ത്തി ജനങ്ങൾക്ക് വിളംബരം ചെയ്ത് വിളമ്പി അവിടുന്ന് കൊടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരവും ശബ്ദവും ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യം കൂടി ചേർന്ന് കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവചനത്തിലേക്ക് വളരെ പ്രാർത്ഥനയോടെ, ആദരവോടെ, വിനയത്തോടെ, ബഹുമാനത്തോടെ പ്രവേശിക്കുന്നു. ഇന്ന് രാത്രിയിൽ 2 പ്രമേയങ്ങൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശത്തിൽ നിന്ന് ഒന്നാമത്തെ പ്രമേയം, ആമേൻ, തിരുവചനത്തിൻ്റെ അകത്ത് നമ്മൾ വായിച്ചതിൽ തന്നെ അത് ഒളിഞ്ഞ് കിടപ്പുണ്ട്. ആ പ്രമേയത്തെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. 1, പരിപാലിക്കുന്ന ദൈവം. 2, പരിശീലിപ്പിക്കുന്ന ദൈവം. 2 വ്യത്യസ്തമായ പ്രമേയങ്ങൾ ഈ തിരുവചന വേദഭാഗങ്ങളിൽ ഒളിഞ്ഞും മറഞ്ഞും തെളിഞ്ഞും കിടപ്പുണ്ട്. ആ പ്രമേയങ്ങളിലേക്ക് വളരെ പ്രാർത്ഥനയോടെ പ്രവേശിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഈ വേദഭാഗത്തെക്കുറിച്ച് കൂടുതലായി ഒന്നും നിങ്ങളോട് പറയേണ്ടെന്ന ആവശ്യമില്ല. കാരണം നിരവധി പ്രഭാഷണ വേദികളിലും നിരവധി സങ്കീർത്തന പ്രബോധനങ്ങളുടെ സമയങ്ങളിലുമൊക്കെ ഈ വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് മിക്ക പ്രഭാഷകരും പ്രസംഗിക്കുന്നതും പ്രഭാഷണ അവസരങ്ങളുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനാ വാചകങ്ങളിലുമൊക്കെ ഈ വേദഭാഗം ഒന്നിൽ കൂടുതൽ തവണ നമ്മുടെ അധരങ്ങളിലൂടെ നമ്മൾ ഉരുവിടുന്നത് നിരവധി തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, സാക്ഷ്യവാചകങ്ങളിലൂടെയൊക്കെ നിരവധി തവണ ഈ വേദഭാഗങ്ങൾ നമ്മുടെ ആലയത്തിൽ നമ്മൾ നിരവധി തവണ ഉദ്ഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വേദവചനത്തെക്കുറിച്ച് കൂടുതലായി പരിചയപ്പെടുത്തേണ്ടുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ 2 പ്രമേയങ്ങളിലേക്ക് വളരെ പ്രാർത്ഥനയോടെ പ്രവേശിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. 1, പരിപാലിക്കുന്ന ദൈവം. 2, പരിശീലിപ്പിക്കുന്ന ദൈവം. എന്താണ് പരിപാലിക്കുന്ന ദൈവമെന്നും എന്താണ് പരിശീലിപ്പിക്കുന്ന ദൈവമെന്നും ഒറ്റ വാക്കിൽ പറഞ്ഞ് ഒന്നാമത്തെ പ്രമേയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ രാത്രിയിലും കൂടെ ഇടനെഞ്ചിൻ്റെ അകത്ത് പടപട ഇടിച്ച് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോകും, ഈ ലോകത്തിൽ എൻ്റെ ജീവിതം അവസാനിച്ചു, 6 അടി മണ്ണിലേക്കും നീറിയൊടുങ്ങാൻ സമയമായെന്ന് ഇന്നലെ രാത്രിയിലും കൂടി ചിന്തിച്ച പല ആളുകളും ഇതിൻ്റെ അകത്തുണ്ട്. ഒന്നും കൂടി പറഞ്ഞാൽ, ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ, മോർച്ചറിക്കകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ആ തണുത്തുറഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ശരീരം വെക്കുവാൻ വേണ്ടി പിശാച് പലപ്പോഴും വെമ്പൽ കൊണ്ടു നിന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ നടുവിൽ നിന്ന് നമ്മുടെ ആയുസ്സിനെ ഇത്രത്തോളം നിലനിർത്തി ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം, പ്രാരംഭ സമയത്ത് ഒരുപോലെ കർത്താവിനെ ആരാധിപ്പാൻ നമുക്കൊരായുസ് ദൈവം തന്നില്ലേ? അതാണ് പരിപാലകൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആയുസ്സിനെ നഷ്ടപ്പെടുത്തുമെന്ന് പിശാച് വെല്ലുവിളിച്ചപ്പോൾ, ആയുസ്സിനെ അവിടം കൊണ്ട് തീർക്കുമെന്ന് പിശാച് പറഞ്ഞപ്പോൾ, നിൻ്റെ ആരോഗ്യത്തിന് അറുതി ഉണ്ടാകുമെന്നും നിൻ്റെ ആരോഗ്യം ഇവിടം കൊണ്ട് ക്ഷയിച്ചു പോകുമെന്നും പിശാച് വെല്ലുവിളിച്ച് നിന്നപ്പോൾ, അതിൻ്റെ നടുവിൽ ആയുസ്സിനെ മടക്കി
തന്ന് ആരോഗ്യത്തെ നിന്റെ കരങ്ങളിലേക്ക് നീട്ടിവെച്ചില്ലേ, അതിന് പറയുന്നതാണ് പരിപാലനം എന്ന് പറയുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ആമേൻ എന്ന് പറയാൻ കഴിയുന്നുണ്ട്? പരിശുദ്ധാത്മാവ് ഈ ആലയത്തിൻ്റെ അകത്ത് ഇന്ന് രാത്രിയിൽ കടന്നു വന്ന ചില ജീവിതങ്ങളോട് വ്യക്തമായി പ്രവചനാത്മാവിൽ പറയുന്നതിനാ, കുഞ്ഞേ, നിന്റെ ആയുസ്സിനെ കരുതിയില്ലേ, നിന്റെ ആരോഗ്യത്തെ കരുതിയില്ലേ, നിനക്കുള്ള സകല സമ്പത്തിനെയും കരുതിയില്ലേ, ഒന്നുപോലും കുറഞ്ഞു പോകാതെ നിന്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പലതും വെല്ലുവിളിച്ചു നിന്നപ്പോൾ, പലതും വാദഗതികൾ മുഴക്കി നിന്നപ്പോൾ, അതിൻ്റെ നടുവിൽ നിന്ന് ഒന്നിനെ പോലും നഷ്ടപ്പെടുത്താതെ, നിന്റെ ആയുസ്സിനൊരു കേടും സംഭവിക്കാതെ, നിന്റെ ആരോഗ്യത്തിനൊരു കുറവും സംഭവിക്കാതെ, ഇന്ന് രാത്രിയിലും അഭിമാനത്തോടെ ഇതിൻ്റെ അകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരവസരം തന്നിട്ടുണ്ടെങ്കിൽ ആ തന്ന ദൈവത്തിന്റെ പേരത്രേ പരിപാലിക്കുന്ന ദൈവം. സ്തോത്രം. പരിപാലനത്തിൻ്റെ കഥയൊന്നും, പരിപാലനത്തിൻ്റെ അനുഭവമൊന്നും, അതിൻ്റെ സാക്ഷ്യമൊന്നും ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്നാണെന്നറിയാമോ? ആമേൻ, 41 വയസ്സ് മാത്രമേ എനിക്ക് പ്രായമുള്ളൂ. പക്ഷേ ആ 41 വയസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ അനുഭവിച്ച നിരവധി അനുഭവങ്ങളുണ്ട്. ആമേൻ, നിരവധി ദൈവിക പരിപാലനത്തിൻ്റെ അനുഭവമുണ്ടെന്ന്. ആയുസ്സിനെ പെട്ടിക്കകത്തേക്ക് വലിച്ചു കയറ്റി എൻ്റെ ശരീരത്തെ 6 അടി മണ്ണിലേക്ക് കൊണ്ടുവെക്കാൻ 2021 ഒക്ടോബർ മാസം 31-ാം തീയതി സകല വാദഗതികളും പല്ലിളിച്ച് കുലുങ്ങിച്ചിരിക്കുന്ന സകല കുടിയിരിപ്പ് കെട്ടുകളും ഒരുപോലെ ആർത്തലച്ച് കടന്നു വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇല്ല കേട്ടോ, ഇവനെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഏതൊക്കെ വാദഗതികൾ ഉദിച്ചുയർന്ന് കടന്നു വന്നാലും കുഞ്ഞേ, ആമേൻ പറയുന്ന ദൈവ പൈതലിന്റെ അരികിലേക്ക് തേജോമയനായ ദൈവത്തിന്റെ പരിപാലനം ഇറങ്ങി വരുന്നുണ്ട്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സാക്ഷ്യം പറയാൻ സമയമില്ല, അതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് വേഗത്തിൽ വഴുതി മാറുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ആമേൻ ഇന്ന് ഞാൻ താമസിക്കുന്ന കടുക്കാമൂടുള്ള എൻ്റെ വീട്ടിൻ്റെ വാടക വീട്ടിലേക്ക് ആമേൻ എൻ്റെ സഹോദരങ്ങളെല്ലാം ആമേൻ ആമേൻ തളർന്നുപോയ ശരീരവുമായിട്ട് കടന്നു വരുമ്പം പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവദാസനെ. എന്താണെന്നറിയാമോ? ആമേൻ, ഈ മനുഷ്യൻ ഈ ഒരു ഗതി വന്നല്ലോ, ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ ഭാര്യ വിധവയാകേണ്ടുന്ന സാഹചര്യം വരുമല്ലോ, അപ്പനില്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ വളരേണ്ടുന്ന സാഹചര്യം വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും മൂക്കത്ത് വിരൽ വെച്ച് ഇങ്ങനെയൊരു ഗതി ഈ മനുഷ്യന് വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞൊരു പദമുണ്ട്, പപ്പ പേടിക്കേണ്ട കാര്യമില്ല, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് രാത്രിയിൽ ആ സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. നിങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. സഹോദരി, നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്റെ ആയുസ്സിനൊരു കേടുപോലും സംഭവിക്കാതെ, നിന്റെ ആരോഗ്യത്തിനൊരു കേടുപോലും സംഭവിക്കാതെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ അവസ്ഥ ഒന്നത്. അപ്പോൾ പരിശീലിപ്പിക്കുന്നത് എന്താ? ആമേൻ, തിരുവചനത്തിൽ പറയുന്നു, 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, വായിക്കേണ്ട, ശ്രദ്ധിച്ച് കേട്ടോണം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും, ഒച്ചയ്ക്ക് പറഞ്ഞ്, ഞാനൊരു അനർത്ഥവും, കാരണം എന്താ? നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കാരണം എന്താണെന്നറിയാമോ? കൂരിരുളിൻ്റെ അവസ്ഥ വന്നാലും അതിൻ്റെ നടുവിലൂടെ നടക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. നല്ലൊരു ആമേൻ പറഞ്ഞേ. വേദനയുടെ കൂരിരുൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, മുൻപോട്ടും നടക്കാൻ കഴിയാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചാലും, ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ പറയണം, അതിൻ്റെ നടുവിൽ എന്നെ പരിശീലിപ്പിക്കുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. ഏതൊക്കെ കല്ലും മുള്ളും നിറഞ്ഞ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംജാതമായാലും അതിൻ്റെ നടുവിൽ അഭിമാനത്തോടെ എൻ്റെ കരം പിടിച്ച് ആ മുള്ളുകളുടെ ഇടയിലൂടെ നടത്താൻ പരിശീലിപ്പിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്.
സ്തോത്രം. അതുകൊണ്ട് ദാവീദ് അത് പറഞ്ഞത്, കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ പേടിക്കത്തില്ലെന്ന്, മരണനിഴലിൻ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും എനിക്കൊരനർത്ഥവും ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന്. കാരണം എന്താണെന്നറിയാമോ? അവൻ എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പദമുണ്ട്. എന്നെ പലപ്പോഴും ധൈര്യപ്പെടുത്തും പാസ്റ്റർ. എന്നാണെന്നറിയാമോ? യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഐ വിൽ വിത്ത് യു എവരി ടൈം, ഐ വിൽ വിത്ത് യു, ഐ മീൻ ഓൾവേസ്. ഞാൻ എല്ലാ നാളും, ഞാൻ എല്ലാ സമയത്തും നിങ്ങളോട് കൂടെയുണ്ട്. നല്ലൊരു പരിശീലകനായി ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. ആമേൻ. നല്ലൊരു പരിപാലകനായി ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വളരെ വേഗത്തിൽ ഒന്നാമത്തെ ചിന്തയിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥനയോടെ നമ്മൾ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പരിപാലിക്കുന്ന ദൈവം. എന്താ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്നല്ലേ? ആ വേദഭാഗത്ത് നമ്മൾ കണ്ടൊരു ഭാഗം ഇങ്ങനെയാണ്: ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും അവൻ അവരെ ചുറ്റിപ്പരിപാലിച്ചു, മരുഭൂമിയിലും ഒളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും അവരവനെ ചുറ്റിപ്പരിപാലിച്ചു. ആ ഭാഗത്ത് ആ വാക്ക് മാത്രം അടർത്തിയെടുത്തുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക്, മറ്റൊരു വേദഭാഗത്തേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇന്ന് രാത്രി നമ്മുടെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് ഇന്ന് രാത്രിയിൽ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ച് ആമേനുള്ള ഒരു ഭാഗത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുന്നു. പുറപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവചനമാണ്. നിരവധി തവണ ഈ വേദഭാഗം നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള 1-2 ചിന്തകളും 1-2 പ്രമേയങ്ങളും അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിച്ചും 1-ാമത്തെ വാക്യം മുതൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. 17-ാമത്തെ വാക്യം പറയുന്നു, സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. ഫറവോൻ അവരോട് പറഞ്ഞതുപോലെ, കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുട്ടികളെയെല്ലാം, ആൺകുഞ്ഞുങ്ങളെയെല്ലാം ജീവനോടെ രക്ഷിച്ചു. ഒറ്റ വാക്ക് പറയാം, തലമുറകളെ തകർത്ത് കളയാൻ പിശാച് പദ്ധതിയിടുമ്പോൾ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ആരെങ്കിലും അങ്ങനെയൊരു ഭാരത്താൽ ഇതിൻ്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ അങ്ങനെയുള്ള വേദനകളാൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ തലമുറകളെ തൊടാൻ സ്വർഗം അനുവദിക്കത്തില്ല. ആമേൻ. ഫറവോൻ ഏതൊക്കെ കൽപ്പനകൾ പുറപ്പെടുവിച്ചാലും, ഫറവോൻ ഏതൊക്കെ വഴികൾ സ്വീകരിച്ചാലും, ഇന്ന് രാത്രി നിന്റെ തലമുറയെ പരിപാലിക്കുന്ന, നിന്റെ തലമുറകൾക്കൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ, ഒരു സ്വർഗമുണ്ട് കേട്ടോ. മിസ്രൈമിൻ്റെ ആധിപത്യം ഏതൊക്കെ നിലവാരത്തിൽ നിനക്കെതിരെ ഉദിച്ചുയർന്ന് കടന്നു വന്നാലും പ്രസ്ഥാനത്തിൻ്റെ അകത്ത് നിന്ന് തലമുറകളെ അടർത്തിയെടുത്ത് ആമേൻ, തലമുറകൾക്കൊരു മുൻപോട്ട് ഗമനാഗമനമില്ല, തലമുറകൾക്ക് നല്ലൊരു ഭാവിയില്ല, തലമുറകളുടെ ഭാവി അസ്താനിച്ചു, ആമേൻ, അവസാനിച്ചു, അസ്തമിച്ചു പോയെന്ന് വിധി എഴുതി വെച്ചാലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ തലമുറകൾക്കൊരു പ്രൊട്ടക്ഷൻ ഇന്ന് രാത്രി സ്വർഗം കൈമാറുകയോ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ കേൾക്കണമേ, ഇങ്ങനെയൊരു ദൂത് ദൈവാത്മാവ് പറയുന്നതാണ്. ആർക്കുമില്ലാത്തൊരു കഷ്ടം നിനക്കും നിൻ്റെ തലമുറകൾക്കുമുണ്ടെന്ന് നീ പറഞ്ഞാൽ, മറ്റാർക്കുമില്ലാത്തൊരു വേദന നിനക്കുണ്ടെന്ന് നീ പറഞ്ഞാൽ, മറ്റാർക്കുമില്ലാത്തൊരു കരച്ചിൽ നിനക്കുണ്ടെന്ന് നീ പറഞ്ഞാൽ, മറ്റാർക്കുമില്ലാത്തൊരു സങ്കടം നിൻ്റെ ഉള്ളിൽ തികട്ടി വരുന്നുണ്ടെന്ന് നീ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ആർക്കും കൊടുക്കാത്തൊരു പ്രമോഷൻ നിനക്കിന്ന് രാത്രി തരുന്നുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? മറ്റാർക്കുമില്ലാത്തൊരു വേദനയുണ്ടെങ്കിൽ, മറ്റാർക്കുമില്ലാത്തൊരു സങ്കടമുണ്ടെങ്കിൽ, മറ്റാർക്കുമില്ലാത്തൊരു കണ്ണുനീരുണ്ടെങ്കിൽ, പരിപാലകനായ ദൈവം പറയുന്നു, ഞാൻ മറ്റാർക്കും കൊടുക്കാത്തൊരു പ്രമോഷൻ നിന്റെ തലമുറകൾക്ക് ഇന്ന് രാത്രിയിൽ കൈമാറുകയാ. എത്ര പേരത് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് രാത്രി തലമുറകൾക്ക് നേരെ തക്കം പാർത്ത് വിധി എഴുതി തകർക്കാൻ നോക്കുന്ന ചില വാദഗതികളെ, പല്ലിളിച്ച് കുലുങ്ങിച്ചരിക്കുന്ന ചില കുടിയിരിപ്പിന്റെ കെട്ടുകൾ ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറട്ടെ.
തലമുറകളിലേക്ക് ആത്മാവിന്റെ തീ വ്യാപരിക്കട്ടെ. ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ഒരുമ്പിട്ട് നിൽക്കുന്ന ചില പൈശാചികന്റെ കുടില തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 3 കാര്യങ്ങൾ ആ ഭാഗത്തൊളിഞ്ഞു കിടപ്പുണ്ട്. തലമുറകൾക്ക് നേരെ പരിശുദ്ധാത്മാവിൻ്റെ രാത്രിയിൽ പറയുന്നത്, തലമുറകളെ ദൈവം പരിപാലിക്കും. ഈ 2024 തലമുറകളെ തകർക്കാൻ വേണ്ടി വല്ലാത്തൊരു വ്യാപാരം നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ടി വി, പത്രമാധ്യമങ്ങൾ, മറ്റ് മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയൊക്കെ ഒന്നെടുത്ത് പരിശോധിച്ചാൽ ഏകദേശം 18, 16, 17, 18 മുതൽ 22 വരെയുള്ള പ്രായമുള്ള തലമുറകളെ പിശാചു വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു വ്യാപാരം അവരുടെ മേൽ, വല്ലാത്തൊരു ശക്തി അവരുടെ മേൽ. ഒന്നും കൂടി പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മായാവർണ്ണങ്ങളിൽ കുടുക്കി അവരെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ വലിച്ചു കൊണ്ടുപോയി അവരെ ഈ ലോകത്തിൽ ഒന്നുമല്ലാത്ത ഒരു വികൃത ജീവികളാക്കി മാറ്റുവാൻ പിശാച് പദ്ധതിയിടുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഈ PMG ചർച്ചിൻ്റെ അകത്ത് ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറുന്നു. നിന്റെ തലമുറകളെ തൊടാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഏതൊക്കെ മുക്കിലും മൂലയിലും ഒളിച്ചിരുന്ന് പതുങ്ങിയിരുന്ന് നിന്റെ തലമുറകൾക്ക് നേരെ പദ്ധതി പിശാചിടുന്നുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നിന്ന് നിന്റെ തലമുറകളെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെക്ഷനിൽ അത് വെളിപ്പെട്ടു വരുന്നുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ്, എൻ്റെ തലമുറകൾ അതിന് ഞങ്ങൾക്ക് സ്വന്തമാ. PMG ചർച്ചിനോട് ഇന്ന് രാത്രിയിൽ പറയുന്നു, ഇതിൻ്റെ അകത്തെ തലമുറകൾ നിങ്ങൾക്ക് സ്വന്തമാണ്. ഒന്നിനെ പോലും തൊടാൻ സ്വർഗം അനുവദിക്കത്തില്ല. അവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആർക്കും കൊടുക്കാത്തൊരു പ്രമോഷൻ തലമുറകൾക്ക് കൊടുത്തവരെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. വല്ലാത്തൊരു അനുഭവമാണ്. നിങ്ങൾ ആ 17-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിക്കണം. പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ. ആ ഭാഗത്തേക്ക് ഞാൻ ഓടി വരുന്നതിന് മുൻപ്, എൻ്റെ സമയം അവസാനിക്കുന്നതിന് മുൻപ് അതിൻ്റെ പ്രാരംഭ 3 ഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ശ്രദ്ധിച്ച് കേട്ടോണം ദൈവത്തിൻ്റെ പരിപാലനം എങ്ങനെയാണെന്ന്. നോക്കിക്കേ. ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്ത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടം. വല്ലാത്ത ദുരന്തമാകട്ടോ പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. വല്ലാത്ത ദുരിതമാ. ആർക്കും അംഗീകരിക്കാൻ കഴിയത്തില്ല, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. സ്വന്തം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയത്തില്ല. അവരുടെ തീരുമാനങ്ങൾക്ക് കുടുംബത്തിൻ്റെ അകത്ത് അവർക്ക് ഉറച്ചു പറയാൻ കഴിയത്തില്ല. അവർക്ക് തമ്മിൽ സംസാരിക്കാൻ കഴിയാത്തൊരു കാലഘട്ടമാണ്. തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മാന്യത കൊടുക്കാത്തൊരു കാലഘട്ടമാണ്. പ്രവാസം എന്ന് പറയുന്നതും പ്രവാസ ജീവിതം എന്ന് പറയുന്നതും അടിമത്വം എന്ന് പറയുന്നതുമൊക്കെ വല്ലാത്തൊരു ദുരന്തം നിറഞ്ഞതാ, വല്ലാത്തൊരു ദുരിതം നിറഞ്ഞതാ. ഞാൻ ഈ കാലഘട്ടങ്ങളിൽ ചിലപ്പം പറയും, അങ്ങനെയൊരു സാഹചര്യം ആരുടെയും ജീവിതത്തിൽ കടന്നു വരരുതെന്ന്. അങ്ങനെ 430 വർഷത്തോളം ഈജിപ്തിൻ്റെ മണ്ണിൽ അടിമത്വത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനം നോക്കൂ. അതിൻ്റെ മുകളിലത്തെ പാരഗ്രാഫ് നമ്മളൊന്ന് വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു പദം ഇങ്ങനെയാണ്. എന്താണെന്നറിയാമോ? യോസേഫ് അറിയാത്തൊരു ഫറവോൻ അവിടെ എഴുന്നേൽക്കുന്നു. ആ ഫറവോൻ നോക്കിക്കഴിഞ്ഞപ്പോൾ തങ്ങളെ കൂടാതെ മറ്റൊരു ജനം അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ആമേൻ പറയണം. അതൂതിലേക്ക് ഞാൻ കയറാം, ശ്രദ്ധിച്ച് കേട്ടോണം. ഫറവോൻ നോക്കുമ്പോൾ തങ്ങളല്ലാത്ത, മിസ്രൈമ്യരല്ലാത്ത ഒരു ജനം അതിൻ്റെ അകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആ ജനം വളർന്നു വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും തടയിടുവാൻ കഴിയുന്നില്ല. അതിന് തടയിടുവാൻ നോക്കിയിട്ടൊന്നും കഴിയുന്നില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന
ദൈവമക്കളോട് പരിശുദ്ധയാത്മാവിൻ്റെ നിറവിലൊരു ദൂത് ഞാൻ പറയാം. പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലാണ് നീ കിടക്കുന്നതെങ്കിലും, പ്രശ്നത്തിൻ്റെ നടുവിലാണ് നീ കിടക്കുന്നതെങ്കിലും, വേദന നിൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിലും, സങ്കടക്കടൽ നിൻ്റെ മുകളിലൂടെ ആർത്തലച്ച് കടന്നു പോകുന്നുണ്ടെങ്കിലും, ഇന്ന് രാത്രിയിൽ പരിപാലിക്കുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ പ്രതികൂലത്തിൻ്റെ നടുവിലിട്ടും നിന്നെ വളർത്താൻ എൻ്റെ സ്വർഗത്തിന് കഴിയും. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയുന്നുണ്ട്? പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം മറന്നില്ല. പിതാക്കന്മാരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമുണ്ടല്ലോ, തലമുറകൾ കഴിഞ്ഞ് തലമുറകൾ കഴിഞ്ഞ് തലമുറകൾ കഴിഞ്ഞ് ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ മണ്ണിൽ കിടക്കുമ്പോഴും അപ്പനപ്പൂപ്പന്മാരോട് പറഞ്ഞ വാഗ്ദത്തത്തിന് ദൈവം വ്യത്യാസം വരുത്തിയില്ല. പ്രതികൂലത്തിൻ്റെ നടുവിലുമിട്ട് അവരെ ദൈവം വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ദൂത് ഏറ്റെടുത്തു ദൈവജനം മടങ്ങിപ്പോ. പ്രതികൂലം ഏതുമായിക്കൊള്ളട്ടെ, പ്രതിസന്ധി ഏതുമായിക്കൊള്ളട്ടെ, വിഷയം ഏതുമായിക്കൊള്ളട്ടെ, ഒരു ലോകത്തിനും പരിഹരിക്കാൻ കഴിയത്തില്ല, ഒരു കോടതിക്കും പരിഹരിക്കാൻ കഴിയത്തില്ല, ഒരു നീതി ന്യായ വ്യവസ്ഥയ്ക്കും പരിഹരിക്കാൻ കഴിയത്തില്ല, ഒരു പോലീസ് സ്റ്റേഷൻ കൊണ്ടും പരിഹരിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ചില വിഷയത്തിന്റെ നടുവിൽ നിന്നെ പരിപാലിച്ച് നിന്നെ മാന്യതയോടെ വളർത്തുന്ന ഒരു ദൈവത്തിന്റെ പരിപാലനമുണ്ട്. സ്തോത്രം. എത്രയെത്ര കോടതികൾ കയറിയിറങ്ങി, എത്രയെത്ര പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങി, എത്രയെത്ര നീതിന്യായ വ്യവസ്ഥകളുടെ പിറകെ നടന്നു. ഒരു സ്ഥലത്തും പരിഹരിക്കപ്പെടാൻ കഴിയാത്തൊരു വിഷയം ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം ഇവിടെ മുഴങ്കാലുമടക്ക്. നിനക്ക് വേണ്ടി സ്വർഗീയ കോടതി ഇവിടെ ഇറങ്ങി വരുമെന്ന്, നിനക്ക് വേണ്ടി വാദിക്കാൻ സ്വർഗത്തിലെ തമ്പുരാൻ ഇവിടെ ഇറങ്ങി വരുമെന്ന്, നിനക്ക് വേണ്ടി നല്ലൊരു ന്യായം വിധിക്കാൻ, നിനക്ക് വേണ്ടി നീതിയോടെ ചിലത് നൽകാൻ, നിനക്ക് വേണ്ടി ഒരു പരിഹാരം നൽകാൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. നോക്കിക്കേ, ഇസ്രായേൽ ജനത്തിൻ്റെ വളർച്ച കണ്ടു കഴിഞ്ഞപ്പം ആമേൻ ഫറവോന് വല്ലാത്തൊരു പേടി. ഈ വചനത്തിലേക്കൊന്ന് ഓടി വരാൻ വേണ്ടിയാണ്. ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും എൻ്റെ സമയത്തിന് മുൻപ് തന്നെ. ആമേൻ ഈ ഫറവോന് വല്ലാത്തൊരു പേടി ഇങ്ങനെയാണ്. അതിൻ്റെ ആമേൻ 6-7 വാക്യങ്ങളൊക്കെ 8-9 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്. ഫറവോൻ പറയുന്ന, വായിക്കണ്ട, ഫറവോൻ പറയുന്നൊരു കാര്യം എന്നാണെന്ന് അറിയാമോ? ആമേൻ ഇവർ ആമേൻ ശക്തിയും ബാഹുല്യമുള്ളവരാണ്. ഉണ്ടെന്നില്ല, ഇവർ ശക്തിയുമുണ്ട്. ആരെക്കുറിച്ച് പറഞ്ഞതെന്നറിയാമോ? ഫറവോൻ മിസ്രൈമ്യരെ കുറിച്ചാണോ? ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. ഇവരാരാണ്? ശക്തിയുള്ളവരാണ്, ബാഹുല്യമുള്ളവരാണ്. ഇവരെ ജയിച്ച് തോൽപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പിശാചിന് നമ്മളെക്കാളും നമ്മുടെ ശക്തിയും വലിപ്പവും പിശാചിന് അറിയാം. നിങ്ങൾ മിണ്ടുന്നില്ല. നിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയും നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയും നിന്നെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനം ഒരുപക്ഷെ നിനക്കറിയത്തില്ലെങ്കിലും നിന്നോട് വെല്ലുവിളിക്കുന്ന പിശാചിനറിയാം കേട്ടോ. അതിന്ന് രാത്രിയിലൊന്ന് തിരിച്ചറിയണം കേട്ടോ. നീ അവനേക്കാളും ശക്തിയുള്ളതാ, അവനെ കാൽ കീഴിലിട്ട് ചവിട്ടാൻ കരുത്തുള്ള ദൈവമക്കളാണ് ഇതിൻ്റെ അകത്ത് അവൻ കടന്നു വന്നിട്ടുള്ള. എടാ, ബുദ്ധിയില്ലെന്നും പറഞ്ഞ് നിന്നെ ഒതുക്കാൻ, വളഞ്ഞിട്ട് നിന്നെ ആക്രമിക്കാൻ കടന്നു വരുമ്പോൾ ആമേൻ മുഴങ്കാലും മടക്കിയ പ്രവാചകന്റെ മലയ്ക്ക് ചുറ്റും അഗ്നിമയമായ രഥങ്ങളാലും ആമേൻ കുതിരകളാലും മല വളയപ്പെട്ട് നിനക്കൊരു പരിപാലനം ഒരുക്കിയത് നീ കണ്ടിട്ടില്ലേ? നീ പ്രാർത്ഥനാ മുറിക്കകത്തിരിക്കുമ്പോൾ നിനക്കെതിരെ വെല്ലുവിളിച്ച് പലതും കടന്നു വന്നപ്പോ നിനക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കിയത് നീ കണ്ടിട്ടില്ലേ? അവനെ തകർക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ പിശാച് കണ്ടതെന്താ? അവന് ചുറ്റും ഒരു വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പറ, എനിക്ക് വേണ്ടി ഒരു പരിപാലകനുണ്ട്. ആരൊക്കെ എനിക്കെതിരെ ഉയർന്നു വന്നാലും, ആരൊക്കെ എനിക്കെതിരെ വിരൽ ചൂണ്ടിയാലും എനിക്കൊരു പരിപാലകൻ സ്വർഗത്തിലുണ്ട്. കരമുയർത്തി നല്ലൊരു ആമയും പറഞ്ഞാട്ടെ.
ആമേൻ, ഇവ ബുദ്ധിയോടെ പെരുമാറാൻ വേണ്ടി വേഗത്തിൽ അങ്ങ് പറഞ്ഞു വിട്ട് ആ ഭാഗം അങ്ങ് അവസാനിപ്പിക്കാം. ആമേൻ, ബുദ്ധിയോടെ പെരുമാറാൻ വേണ്ടിയിട്ട് ആമേൻ ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? ശ്രദ്ധിച്ച് നോക്കിക്കേ. ആമേൻ, ഇവർക്ക് വേണ്ടി കഠിന വേല എന്ത് ചെയ്തു? കൊടുത്തു. ഒന്നാമത്തെ പരിപാടിയാണ് കഠിന വേല കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇവർ ശാരീരികമായ ഒരു ക്ഷീണിതാവസ്ഥയിൽ എന്ത് ചെയ്യണം? വരണം. അതിൻ്റെ അർത്ഥം അടുത്തൊരു ജനറേഷൻ ഇവരിൽ നിന്ന് പുറത്തെന്ത് ചെയ്യരുത്? വരരുത്. ഒന്നാമത്തെ തന്ത്രം പരാജയപ്പെട്ടു. അടുത്ത തന്ത്രം പറഞ്ഞു, ജനിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം എന്ത് ചെയ്യണം? അവിടെ വെച്ച് കൊന്നുകളയണം. ശ്രദ്ധിച്ച് കേട്ടോ, വേഗത്തിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ആമേൻ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ജനിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം അവിടെ വെച്ച് എന്ത് ചെയ്യണം? കൊന്നുകളയണം. എൻ്റെ പൊന്നച്ച, അതിന് തിരഞ്ഞെടുത്തത് ആരെയാണെന്നറിയാമോ? അതിന് തിരഞ്ഞെടുത്തത് എബ്രായ സൂതികർമ്മിണികളെ തന്നെയാണ്. പുറത്തുനിന്ന് എവിടെന്നെങ്കിലും പോയി തിരഞ്ഞെടുത്തോ? എടുത്തോ വച്ചാ? ഒറ്റ ഒരെണ്ണത്തിനെ പുറത്തു പോയി എടുത്തില്ല. പിശാചിനറിയാം ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അടുത്തിരിക്കുന്നവർക്കിട്ട് പണിയാൻ പറ്റിയവർ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് പിശാചിനറിയാം. മിണ്ടുന്നില്ലല്ലോ. ഒപ്പം നിന്ന് കുറ്റം പറയാനും ഒപ്പം നിന്ന് മറ്റുള്ളവരെ പറ്റി പഴി പറയാനും അവരുടെ ആത്മീയതയെ ചോദ്യം ചെയ്യാനും അവർ കൈയടിച്ചതിന് കുറ്റം പറയാനും അവർ സ്വോത്ര ഒച്ചയ്ക്ക് പറഞ്ഞതിന് അവഖ്യാതി പറയാനും അവരെ തകർക്കാനും പറ്റിയ എണ്ണം ഇതിൻ്റെ അകത്തുണ്ടെന്ന് പിശാചിന് മനസ്സിലായി. പക്ഷേ പിശാചിന് വീണ്ടും തെറ്റിപ്പോയി. എന്താണെന്നറിയാമോ? ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളെ പിശാചിന് ആമേൻ പൊക്കാൻ നോക്കിയാലും ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ തിരിച്ചറിഞ്ഞു. ആമേൻ, എവിടെയൊക്കെ പൊക്കാൻ നോക്കിയാലും പിശാചേ, നിനക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയത്തില്ല. ഞങ്ങളുടെ സഭയ്ക്കകത്തുനിന്ന് ഒരെണ്ണത്തിനെ തൊടാൻ കഴിയത്തില്ല. നീ ഏതൊക്കെ വളഞ്ഞ വഴിയിലൂടെ വന്നാലും ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥന നിന്റെ മണ്ടയടിച്ചു പൊളിക്കുന്ന നിലവാരത്തിൽ ഇതിൻ്റെ അകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ചില ദൈവമക്കളുടെ മേൽ അസാധാരണമായ ദൈവത്തിൻ്റെ പരിപാലനം ഇന്ന് രാത്രിയിൽ ആമേൻ ചലിച്ചുകൊണ്ടിരിക്കുകയാ. യേശുവിൻ്റെ കൈ ഇന്ന് രാത്രിയിൽ ചിലതിൻ്റെ മേൽ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാ. ഒരു കിഴക്കൻ കാറ്റ് ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കളുടെ മേൽ അത് വീശി അടിച്ചുകൊണ്ടിരിക്കുകയാ. ഒരെണ്ണത്തിനെ പോലും തൊടാൻ കഴിയത്തില്ല, ഭിന്നിപ്പിക്കാൻ കഴിയത്തില്ല, ഭിന്നഭിപ്രായങ്ങൾ കൊണ്ടിടാൻ കഴിയത്തില്ല. കാരണം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നവരാണ്. എബ്രായ സൂതികർമ്മിണികളോട് പറഞ്ഞു, നിങ്ങൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? കൊന്നുകളയണം. അവിടെ വെച്ച് കൊന്നുകളയണം. അതുകൊണ്ട് മറ്റാരെയും അന്വേഷിക്കാതെ ഇവരിലുള്ള പാട്ടുപാടുന്ന പ്രാർത്ഥിക്കുന്ന ഈ സഹോദരിമാരെ തന്നെ എടുത്തു. പക്ഷേ അവിടെ വചനം എഴുതി വച്ചിരിക്കുന്നു. ആമേൻ, എബ്രായ സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. കരമുയർത്തി നല്ലൊരാമേൻ പറഞ്ഞേ. ആമേൻ, ദൈവത്തെ ഭയപ്പെടുന്നവരെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ദൈവത്തെ സ്നേഹിക്കുന്നവരെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ദൈവത്തെ ആശ്രയിക്കുന്നവരെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിലും എന്നെയും നിങ്ങളെയും ആമേൻ നമുക്കും ആമേൻ എനിക്കും നിനക്കും പരിപാലനമൊരുക്കുന്ന ഒരു ദൈവത്തിൻ്റെ പരിപാലനമുണ്ടെന്ന് പറഞ്ഞാൽ ആ പരിപാലനം ലോകം തരുന്നത് പോലെയല്ല കേട്ടോ. ലോകത്തിലുള്ളത് പോലെയല്ല കേട്ടോ. ലോകക്കാർ ചെയ്യുന്നത് പോലെയല്ല കേട്ടോ. സഹോദരങ്ങൾ നൽകുന്നത് പോലെയല്ല കേട്ടോ. കൂടപ്പിറപ്പുകൾ നൽകുന്നത് പോലെയല്ല കേട്ടോ. വചനമെഴുതി, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, പക്ഷേ എൻ്റെ യഹോവ എന്നെ അവൻ ചേർത്തണച്ചിരിക്കുകയാ. അവൻ എന്നെ മാറോട് ചേർത്തു പിടിച്ചിരിക്കുകയാ. ആ ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരം. മൂന്നാമത്തെ പ്രവൃത്തി എന്താണെന്നറിയാമോ? രാജകിങ്കരന്മാരോട് പറഞ്ഞു, തലമുറകളെ മുഴുവൻ നൈൽ നദിയിൽ എറിഞ്ഞു കളയണം. 2900-ലധികം ആരാധനമൂർത്തികൾ ഉറഞ്ഞു തുള്ളുന്ന ഈജിപ്തിൻ്റെ മണ്ണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ആരാധനമൂർത്തികൾ, ഒന്ന് സൂര്യദേവനും 2 നൈൽ ദേവതയും. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കണം, രണ്ടാമത്തെ ദേവതയുടെ നൈൽ ദേവതയുടെ ഇഷ്ട ബലിതർപ്പണം, ഇഷ്ട ആചാരം എന്ന് പറയുന്നത് ബലി കൊടുക്കുക, കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുക എന്നുള്ളതാ. പിശാചിൻ്റെ കുടിലമായ തന്ത്രം എന്താണെന്നറിയാമോ? ജനിക്കുന്ന എബ്രായ കുഞ്ഞുങ്ങളെ തൂക്കിയെടുത്ത് നൈൽ നദിയുടെ മുകൾ പരപ്പിലേക്ക് എറിഞ്ഞ് കുഞ്ഞുങ്ങൾ
മൃഗങ്ങളെ ബലി കൊടുക്കുക എന്ന അടുത്ത തന്ത്രത്തിലേക്ക് പിശാച് പ്രവേശിച്ചു. ഈ പ്രവേശനത്തിൻ്റെ അവസാനം എങ്ങനെയാണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേൾക്കണം. ആമേൻ. ഈ സമയത്താണ് മോശയുടെ ജനനം നടക്കുന്നത്. ഈ മോശയുടെ ജനനം നടക്കുന്ന സാഹചര്യത്തിൽ ആമേൻ ഓരോ വീടാന്തരം കയറിയിറങ്ങി ആമേൻ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുവാൻ രാജകിങ്കരന്മാർ ആർത്തലച്ചുകൊണ്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് ബൂട്ടിട്ട കാലുമായി ആമേൻ ഭവനങ്ങൾ കയറിയിറങ്ങുവാൻ തുടങ്ങി. തലമുറകളെ തച്ചു തകർക്കുവാൻ, തലമുറകളെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് വിളംബരം ചെയ്ത വിളംബരത്തിൻ്റെ പത്രവുമായി, കൽപ്പനയുടെ പത്രവുമായി ആമേൻ രാജകിങ്കരന്മാർ ഓടി നടക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയാതെ ആമേൻ പെറ്റു വളർത്തിയ ആമേൻ നൊന്ത് പ്രസവിച്ച അമ്മമാരും നൊന്ത് പ്രസവിച്ച അമ്മയുമൊക്കെ കണ്ണീരൊഴുക്കി വേദനയോടെ ഭവനത്തിൻ്റെ അകത്തിരിക്കുകയാ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആമേൻ തിരുവചനത്തിൻ്റെ അകത്ത് ഒറ്റ ഭാഗം അടർത്തിയെടുത്ത് പ്രാർത്ഥിക്കാൻ പോകുകയാ. ആമേൻ ഇങ്ങനെയാണത് ആമേൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മോശ ജനിച്ചു 3 മാസം മോശയെ ഭവനത്തിൻ്റെ അകത്ത് ആമേൻ താമസിപ്പിക്കാൻ കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ കഴിയാത്ത വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നു. അവസാനിച്ചില്ല. ആമേൻ 3 മാസം കഴിഞ്ഞപ്പോൾ ഈജിപ്തിൻ്റെ മണ്ണിൽ ഇന്നുവരെ ആരും കാണാത്ത ചില സംഭവങ്ങൾ നടക്കുകയാ. ഒന്നാമത്തെ സംഭവം എന്താണെന്നറിയാമോ? ഞാങ്ങണ എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. ഈ ഞാങ്ങണ എന്ന് പറയുന്ന ചെടി വെട്ടണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ആമേൻ രാജകൽപ്പനയുണ്ട്. ഞാങ്ങണയുടെ ചെടി വെട്ടാൻ കഴിയത്തില്ല. ഞാങ്ങണയുടെ ചെടി ആരെങ്കിലും വെട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അവനെ വധശിക്ഷയ്ക്ക് വിധിക്കും. എന്താ ഞാങ്ങണയുടെ ചെടിക്ക് ഇത്ര പ്രത്യേകതയെന്നല്ലേ? ആമേൻ ഈജിപ്തിൻ്റെ മണ്ണിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് പിരമിഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൊണ്ട് ആമേൻ ബഹുലമായ ഒരു സംസ്കാരമാണ്. ആമേൻ ഈ പിരമിഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? 3 കോണുകളാൽ നിർമ്മിതമായത്. ഇതേപോലെ തന്നെയാണ് ഞാങ്ങണയുടെ തണ്ടെന്ന് പറയുന്നത്. 3 കോണുകളാൽ നിർമ്മിതമായത്. അവർ ആമേൻ പിരമിഡിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അത്രത്തോളം തന്നെ ഞാങ്ങണയ്ക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാങ്ങണയുടെ തണ്ട്, ഞാങ്ങണയുടെ ചെടി ആർക്കും വെട്ടുവാൻ ആ കാലഘട്ടത്തിൽ കഴിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ നമ്മൾ തിരിച്ചറിയണം. എന്താണെന്നറിയാമോ? ഒരു രാജാവിൻ്റെ കൽപ്പന. ആമേൻ ആമേൻ ആ മിസ്രൈം ദേശത്ത് ഈജിപ്തിൻ്റെ മണ്ണിൽ നിലനിൽക്കുന്ന അതേ സാഹചര്യത്തിൽ സ്വന്തം മകനെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പരിപാലനം തിരിച്ചറിയുവാൻ വേണ്ടി കത്തിയും വാക്കത്തിയും എടുത്തുകൊണ്ട് ആമേൻ നൈൽ നദിയുടെ തീരത്തേക്ക് കടന്നു ചെന്ന് രാജാവിൻ്റെ കൽപ്പന രാജവീതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഞാങ്ങണയുടെ വെട്ടാമെ തണ്ടും വെട്ടി തോളിൽ ചുമന്നുകൊണ്ട് രാജവീതിയിലൂടെ രാജകൽപ്പനയ്ക്ക് മുകളിലൂടെ നടക്കാൻ കൃപ പ്രാപിച്ച ഒരപ്പനുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? നിനക്കെതിരെ ഏതൊക്കെ രാജകൽപ്പന നിലനിന്നാലും ഇന്ന് രാത്രിയിൽ അതിനെ വെട്ടി അടർത്തി മാറ്റി നിന്റെ തലമുറകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു ദൈവത്തിന്റെ പരിപാലനമുണ്ടെന്ന് പറഞ്ഞാൽ കരമടിച്ചിന്ന് രാത്രിയിൽ കർത്താവിന് നല്ലൊരു നന്ദി പറയട്ടെ. രാജകൽപ്പന ഞാങ്ങണയുടെ തണ്ട് വെട്ടരുത്. പക്ഷേ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ആമേൻ നിനക്ക് വിരോധമായി എന്തൊരുക്കി വെച്ചോ അതിൻ്റെ അകത്ത് നിനക്ക് പരിപാലനം ഒരുക്കുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതിയാണ്. 2 ഭാഗം പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ച് കേട്ടോണം. എന്താണെന്നറിയാമോ? ഞാങ്ങണയുടെ തണ്ട് വെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് പെട്ടകമുണ്ടാക്കി തണുതടുത്ത് ആമേൻ പതുപതുത്ത വസ്ത്രങ്ങൾ അതിൻ്റെ അകത്ത് കൊണ്ടുവച്ച് ആമേൻ കുഞ്ഞിപ്പെങ്ങളുടെ തോളത്ത് ആമേൻ താരാട്ടുപാട്ട് പാടിക്കൊണ്ട് ഞാങ്ങണയുടെ പെട്ടകത്തിൻ്റെ അകത്ത് നൈൽ നദിയുടെ മുകളിലേക്ക് കൊണ്ട് പെട്ടകം വെച്ച് അതിൻ്റെ അകത്ത് പതുപതുത്ത വസ്ത്രങ്ങളുടെ നടുവിലേക്ക് സ്വന്തം കുഞ്ഞനുജനെ 3 മാസം കഴിഞ്ഞപ്പോൾ ആ നൈൽ നദിയുടെ മുകളിലേക്ക് കൊണ്ടുവച്ചു. ഇനി അവസാനിച്ചില്ല. ഈ നൈൽ നദിയുടെ പ്രത്യേകതയും കൂടി പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണ്ടേ? ആമേൻ. ആ നൈൽ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇരുളിൻ്റെ ആഴങ്ങളിൽ എവിടെയൊക്കെയോ ആമേൻ ഹിംസ്ര ജന്തുക്കൾ പതുങ്ങിയിരിപ്പുണ്ട്. ആ പദം ആമേൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഹിംസ്ര ജന്തുക്കൾ എന്ന് പറയുന്നത് ചീങ്കണ്ണിയും മുതലകൾ പോലെയുള്ള ആമേൻ ഹിംസ്ര ജന്തുക്കളാ. മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ വലിച്ച് ഈ നൈൽ നദിയുടെ മുകളിലേക്ക് എറിഞ്ഞു കഴിയുമ്പോൾ ആമേൻ
ആമേൻ ഇരുളിൻ്റെ അഗാധയിൽ നിന്ന് ഹിംസ്രജന്തുക്കൾ പാഞ്ഞെടുത്ത് ഈ തലമുറകളെ വലിച്ചെടുത്ത് കടിച്ചു കീറി അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന രക്തങ്ങളുണ്ടല്ലോ, ഈ നൈൽ നദിയുടെ മുകൾ പരപ്പിൽ ആമേൻ ഇത് തളം കെട്ടിക്കിടക്കുമ്പോൾ രാജാവും രാജകിങ്കരന്മാരും ഒരുപോലെ പറയും, ഞങ്ങളുടെ നൈൽ ദേവത പ്രസാദിച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ നൈൽ ദേവത ഞങ്ങൾക്ക് വേണ്ടി നീതി ചെയ്തിരിക്കുകയാണ്, ഞങ്ങളുടെ നൈൽ ദേവത ഞങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് തട്ടകസിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന രാജാവിൻ്റെ മുൻപിലേക്ക് പെട്ടകത്തിൻ്റെ ഏകത്തളത്തിൽ നിന്ന് ആമേൻ ഈ ഞാങ്ങണയുടെ പെട്ടകത്തിൻ്റെ അകത്ത് നിന്ന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്നെ തകർക്കാൻ പദ്ധതിയിട്ട, നിന്നെ കൊല്ലാൻ പദ്ധതിയിട്ട, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പദ്ധതിയിട്ട ഹിംസ്രജന്തുക്കൾ കടിച്ചു കീറുമെന്ന് ആമേൻ പറഞ്ഞു വാനോളം പുകഴ്ത്തിയ ആ നൈൽ നദിയുടെ മുകളിലിട്ട് നിന്നെ പരിപാലിച്ച് ആമേൻ ഫറവോൻ പദ്ധതിയിട്ട അതേ കൊട്ടാരത്തിലിട്ട് 40 വർഷം നിന്നെ പരിപാലിക്കാൻ, മോശയെ പരിപാലിക്കാൻ ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, എന്നെയും നിങ്ങളെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ, എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ഒരു ചീങ്കണ്ണിയുടെയോ ഒരു മുതലയുടെയോ ആമേൻ പല്ലുകൾ പോലും കൊള്ളാതെ, ശത്രുവിന്റെ ഒരു നിഴൽ പോലും തട്ടാതെ നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിന്റെ പരിപാലനമുണ്ട്. എല്ലാ കണ്ണുകളും നടച്ചാട്ടെ. ഇന്ന് രാത്രി സ്വർഗത്തോട് പറഞ്ഞ്, കർത്താവേ, അവിടുത്തെ പരിപാലനം ഞങ്ങൾക്ക് ആവശ്യമാണ്. മോശയുടെ ജനനം മുതൽ അവൻ്റെ 3 മാസത്തെ വളർച്ച വരെ അവനെ തകർക്കാൻ പദ്ധതിയിട്ടു. പക്ഷെ പദ്ധതിയിട്ട അതേ സ്ഥലത്തിട്ട് ദൈവം അവനെ വളർത്തി. ആരും അവനെ അറിഞ്ഞില്ല, ആരും അവനെ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ സ്വർഗം അവനെ തിരിച്ചറിഞ്ഞു. ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ സ്ഥലങ്ങളിൽ, എത്രയൊക്കെ ഇടങ്ങളിൽ വെച്ച് നിന്നെ തച്ചു തകർക്കാൻ പിശാച് പദ്ധതിയിട്ടാലും ഇന്ന് രാത്രിയിൽ സ്വർഗം പറയുന്നു, കുഞ്ഞേ, നിന്നെ വളർത്തുന്ന, നിന്നെ ഉയർത്തുന്ന, നിന്നെ പരിപാലിക്കുന്ന, നിനക്ക് വേണ്ടി കരുതലൊരുക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം സ്തോത്രം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാ അതരങ്ങളും തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ അതരങ്ങളും തുറന്ന്, കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ ഒന്ന് ആ പരിപാലനത്തിൻ്റെ അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടണം. ദൈവദാസന്മാർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങളുടെ ആലയത്തിൻ്റെ അകത്തൊന്നുപോലും നഷ്ടപ്പെടരുത്, ഒന്നുപോലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് നഷ്ടപ്പെടരുത്, ഞങ്ങളുടെ തലമുറകളിലോ ഞങ്ങളുടെ ജീവിതങ്ങളിലോ ഒന്നുപോലും പോകരുത്. സകലത്തെയും പരിപാലിക്കാൻ ഞങ്ങളുടെ വസ്തുവകകൾ, ഞങ്ങളുടെ നന്മകൾ, ഞങ്ങളുടെ കൃഷി സമ്പത്ത് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചേ, ഒറ്റ മിനിറ്റ് പ്ലീസ്. വേഗത്തിൽ എല്ലാവരും മധുരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനം നീക്കുന്നേ, സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനം നീക്കുന്നേ, തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. ഓ തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. ഭാഗ്യം നാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യം നാട്ടിൽ പോകും ഞാൻ, ഭാഗ്യം നാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്ന് ശുദ്ധരോടു ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. ഭാഗ്യം നാട്ടിൽ ചെന്ന് ശുദ്ധരോടു
ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും? അവൻ എന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. ഒരു നിമിഷം ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഈ പരിപാലനം എനിക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ ആ പരിപാലനമില്ലാതെ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്നാഗ്രഹിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഇവിടെ കിടന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കരമുയർത്തിയിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കായ സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കേട്ടു, മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും അവൻ അവരെ ചുറ്റിപ്പരിപാലിച്ചു. മോശയുടെ ജീവിതത്തിൽ വലിയ തിക്താനുഭവങ്ങളാണ് കടന്നു വന്നത്. പക്ഷേ അവൻ്റെ ആയുസ്സിനെ പരിപാലിച്ച് തകർക്കുമെന്ന് വെല്ലുവിളിച്ച പദ്ധതിയിട്ട അതേ സ്ഥലത്തിട്ട് അവനെ വളർത്തി അവൻ്റെ ആയുസ്സിനെ പരിപാലിച്ച അവൻ്റെ ആരോഗ്യത്തെ പരിപാലിച്ച ഒരു ദൈവത്തിൻ്റെ മഹാകരുണയുണ്ടല്ലോ. ആ മഹാകരുണയും കൃപയും ഇന്ന് രാത്രിയിൽ ഈ കരമുയർത്തിയ ദൈവജനത്തിനായി അവിടുന്ന് വെളിപ്പെടണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഇവർ ഭാരപ്പെടുന്നത്? ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഇവർ വേദനയോടെയായിരിക്കുന്നത്? ഏത് വിഷയത്തെ ഓർത്താണ് ഇവർ കരമുയർത്തിയിരിക്കുന്നത്? ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ സ്വർഗമേ, അവിടുത്തെ പരിപാലനം ഇന്ന് രാത്രിയിൽ ഇവരുടെ ഭവനത്തിൽ എത്തുന്നതിന് മുൻപ്, ആശീർവാദം പറയുന്നതിന് മുൻപ് ഇവരുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യം കൂടി ശബ്ദമുയർത്തി. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ചു തന്ന കർത്താവിൻ്റെ ദാസനും ഈ പ്രസ്ഥാനത്തിനും പ്രത്യേകാൽ നന്ദിയും സ്നേഹവും വന്ദനത്തെയും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങളെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുക. ഭാര്യ, 2 കുഞ്ഞുങ്ങളുണ്ട്, അവർ ഭവനത്തിലായിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മളോടെല്ലാവരോടും കൂടിയിരിക്കട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കേൾപ്പിച്ച ദൈവവചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ഈ രാത്രി സെഷനിൽ തന്നെ കർത്താവ് വളരെ വ്യക്തമായി ഹൃദ്യമായി നമ്മളോട് സംസാരിച്ചല്ലോ. നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്ന ദൈവവചന പ്രിയ ദൈവദാസിലൂടെ മുഴങ്ങിക്കൊണ്ടിരുന്ന ആ ദൈവവചനത്തിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാമോ? നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവം, നമ്മെ പരിശീലിപ്പിക്കുന്ന ഒരു ദൈവമാണെന്ന് വീണ്ടും കേൾക്കുവാനിടയായല്ലോ. ഫറവോൻ വിവിധ രീതിയിൽ മോശയെ തകർക്കുവാൻ നോക്കിയാലും അവിടെയെല്ലാം പരിപാലിച്ച ഒരു ദൈവം. തന്നെ തകർക്കുവാൻ നോക്കിയ ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ മോശയെ വളർത്തി. അതാണ് ദൈവത്തിൻ്റെ പരിപാലനം. ഓർത്ത് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പരിപാലിച്ച വിധങ്ങളെല്ലാം ഓർത്ത് കർത്താവിന് നന്ദി പറയാമോ? പരിപാലിക്കുന്ന ദൈവം മാത്രമല്ല, പരിശീലിപ്പിക്കുന്ന ദൈവം കൂടെയാണ്. ഗുരുവിൻ്റെ ഏത് അവസ്ഥയിലൂടെ കടന്നുപോയാലും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നാൾതോറും വഴി നടത്തുന്ന കർത്താവിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് ഇവിടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ദൈവവചന ആധികാരികമായി ശുശ്രൂഷിച്ച പാസ്റ്റർ ജോബി അവറുകളോട് ഉള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ ദേവദാസിൻ്റെ ശുശ്രൂഷകളെയും കുടുംബത്തെ എല്ലാം പരിപാലിക്കട്ടെ. കർത്താവ് വീണ്ടും ശക്തിയായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തുറന്നുള്ള ഉപവാസ പ്രാർത്ഥനയുടെ അനുഗ്രഹവും അതുപോലെ രോഗത്താൽ ക്ഷീണത്താൽ ഭാരപ്പെടുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ മടക്കയാത്രയിലെല്ലാം ദൈവസാന്നിധ്യം കൂടിയിരിക്കാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ബഹുമാനപ്പെട്ട പാസ്റ്റർ വിൽക്കിൻസൺ ജോർജ് അവർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും തുടർന്ന് എം.എ. വർഗീസ് പാസ്റ്റർ ആശീർവാദം പറയുകയും ചെയ്യുന്നതായിരിക്കും. രണ്ട് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ കർത്താവേ, രാത്രികാലം ഈ പ്രാരംഭ സെക്ഷനിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗം ഇടയാക്കിയല്ലോ. ഇവിടെ പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതലത്തോളം കർത്താവിൻ്റെ കൃപ കൂടിയിരുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവിധ വിഷയങ്ങൾ കർത്താവിന്ന് രാത്രി കർത്താവെ ഭാരത്തോടെ നിരാശയോടെ രോഗത്തിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും ഇന്ന് രാത്രി സ്വർഗം ഞങ്ങളെ പരിപാലിക്കുന്ന ഒരു നല്ല ദൈവമാണെന്ന് കേൾക്കുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഇന്ന് രാത്രി കാല ദിവസത്തിൽ തള്ളവിറക്കിയ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ദാസന്മാരെ ഇത്രത്തോളം സ്വർഗം സഹായിച്ചല്ലോ. സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി ദൈവത്തിൻ്റെ അളവറ്റ കൃപ കൂടിയിരുന്നു. ഇന്ന് ഇവരെ നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് പരിപാലിക്കുന്നൊരു നല്ല ദൈവമാണല്ലോ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞങ്ങൾ ചിന്തിപ്പാനും കർത്താവേ ഞങ്ങളെ വചനത്തിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തുവാനും അവിടുന്ന് ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. വചനം സുഷകർദാസനായി സ്തോത്രം ചെയ്യുന്നു. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇന്ന് രാത്രി കർത്താവിൻ്റെ ആലോചനകളെ
കടന്ന് കേൾപ്പിച്ച കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങളൊക്കെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുന്നത്. അതാ നിങ്ങൾ ആരംഭിക്കുകയും ഞാൻ അവസാനിപ്പിക്കാന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഇവിടുന്ന് രാത്രി ആരംഭിച്ച ഈ ഉപവാസ പ്രാർത്ഥന ഈ ദൈവസഭയ്ക്ക് ബന്ധപ്പെട്ട കുടുംബങ്ങൾക്കെല്ലാം ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കണമെന്നാഥാ. ഇത് കർത്താവ് ഇത് അവസാനിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു പ്രത്യേകമായ നിയോഗത്താൽ വരും ദിവസങ്ങളൊക്കെ ആയിരിക്കാൻ സ്വർഗം അവിടെ ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. നാളെ പകലും രാത്രിയിലും തുടർന്ന് നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹമായി തീരുവാൻ അഭിഷേകത്തിൻ്റെ ദൂതമായ ദേവദാസന്മാർ കടന്നു വരുവാൻ സ്വർഗം അവിടെ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ. നിങ്ങളുടെ മടക്കി യാത്ര ദൈവത്തിൻ്റെ സാന്നിധ്യവും അവിടുത്തെ കൃപയും ഞങ്ങളോട് കൂടിയിരിക്കണം. തിരുനാമത്തെ ഉയർത്തുന്നു. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ വിശേഷാൽ അതേ കർത്താവേ ഞങ്ങളുടെ മധ്യേ അവിടുത്തെ വചനവുമായി അയച്ച അവിടുത്തെ വിലയേറിയ ദാസന്റെ മേൽ, കുടുംബത്തിന്മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമീൻ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ പകൽ 11 മണിക്ക് തന്നെ ഉപവാസ പ്രാർത്ഥന ഇവിടെ പ്രാർത്ഥിച്ചാരംഭിക്കുന്നതായിരിക്കും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ശുശ്രൂഷയിൽ സഹായിച്ച കർത്താവിൻ്റെ വലിയ ദാസനോടുള്ള ദൈവസഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കും.